വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വികസനം കൊണ്ടുവരാൻ കഴിയുന്ന പോർട്ടുകളിൽ ഒന്നായി മാറുകയും ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി മാറ്റുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ് എന്നുള്ളതിന് നേർസാക്ഷിയാണ് താൻ എന്ന് കെ വി തോമസ് പറയുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് വിട്ട് CPIM-ൽ അഭയം ചോദിച്ചു ചെന്ന് CPIM-ൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഡൽഹിയിൽ സുഖമായി ഇരിക്കുന്ന വ്യക്തിയാണ് കെ വി തോമസ്. അദ്ദേഹം കൈപ്പറ്റുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൻ വിവാദമായി മാറിയിരുന്നു. ജി സുധാകരൻ എന്ന CPIM-ൻ്റെ മുതിർന്ന നേതാവ് കെ വി തോമസിനെതിരെ തുറന്നടിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട് എന്നുള്ളത് ഇരിക്കെ തന്നെ കെ വി തോമസ് പറയുന്നു, സത്യം വളച്ചൊടിക്കാൻ ആർക്കും കഴിയില്ല. CPIM-ൻ്റെ ക്രെഡിറ്റായി അതിനെ കണക്കാക്കാനും കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ ശക്തമായ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതിരുന്നാൽ ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്നുള്ളത് കെ വി തോമസിനും അറിയാം. കാരണം കെ വി തോമസിൻ്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് അദാനിയുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2015 കാലഘട്ടത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുമ്പോൾ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനികളൊന്നും തയ്യാറാകാതിരുന്നതിനെക്കുറിച്ചും കെ വി തോമസ് പറയുകയുണ്ടായി. എന്നാൽ പലവിധ കമ്പനികളും അവരെ നേരിട്ട് ക്ഷണിച്ചാൽ മാത്രം ബിഡിങ്ങിൽ പങ്കെടുക്കാം, അത്തരത്തിലാണ് കാര്യങ്ങൾ പോയത്. അദാനി ഈ പോർട്ട് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താനും ഉമ്മൻചാണ്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനായി അടിച്ചെടുക്കാൻ CPIM നടത്തുന്ന PR വർക്കിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് കെ വി തോമസ് കൃത്യമായി പറയുന്നത്. എന്ത് രാഷ്ട്രീയ തത്വത്തിൻ്റെ പേരിലാണ് കെ വി തോമസ് കോൺഗ്രസ് വിട്ട് CPIM-ലേക്ക് വന്നത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. MLA ആയും MP ആയും കേന്ദ്രമന്ത്രിയായും ഒക്കെ കെ വി തോമസിന് കോൺഗ്രസ് നൽകിയ ആനുകൂല്യം ചെറുതല്ലാത്തതാണ്. കോൺഗ്രസിനകത്തിരുന്ന് ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ കഴിയാതെ കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച നിരവധിയായ പ്രവർത്തകരുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് പലരും ഓർക്കേണ്ടത് നന്നാണ് എന്നുള്ളത് പല അവസരങ്ങളിലും പല നേതാക്കളും പറയാറുണ്ട്. എന്നാൽ കെ വി തോമസ് ഇപ്പോഴെങ്കിലും ആ പഴയ കാലത്ത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അദ്ദേഹം UDF-ൻ്റെ കപ്പിത്താനായി നിന്നുകൊണ്ട് UDF-നെ കെട്ടുറപ്പോടെ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അതും തുറമുഖ വികസനത്തിന് വേണ്ടി നിസ്വാർത്ഥമായ സേവനം നടത്തിയതിനെക്കുറിച്ച് ഓർത്തതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.